ഇന്ന് സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെട്ട ദിവസം. ഒട്ടനവധി പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇന്ത്യക്ക് മാതൃകയായി കേരളം ആ സമ്പൂർണ്ണ നേട്ടം കൈവരിച്ചത്. കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ദിനമാണ് 1991 ഏപ്രിൽ 18. സംവത്സരങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യക്ക് മാതൃകയായി കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് അന്നാണ്. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ 10,000-ങ്ങളെ സാക്ഷി നിർത്തി മലപ്പുറത്തെ ചേലക്കോടൻ ആയിഷ എന്ന നവസാക്ഷരയാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് പ്രഖ്യാപിച്ചത്. ആദ്യം നഗരം, പിന്നീട് ജില്ല, ശേഷം സംസ്ഥാനം മുട്ടുക്കും എന്ന വിധത്തിൽ നടന്ന അക്ഷരജ്വാല കേരളത്തിന്റെ നഗര ഗ്രാമാന്തരങ്ങളിലേക്ക് ആളിപ്പടർന്നു. 1960കളുടെ അവസാനത്തോടെയാണ് കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം ആരംഭിച്ചത്. 1968 സർക്കാർ ഏജൻസികൾ ഈ രംഗത്തേക്ക് കടന്നുവന്നു. കണ്ണൂർ ജില്ലയിലെ ഏഴോം പഞ്ചായത്താണ് ആദ്യമായി സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത്. 1989 ജൂൺ 18 ഇന്ത്യയിലെ ആദ്യ അക്ഷര നഗരമായി കോട്ടയം പ്രഖ്യാപിക്കപ്പെട്ടു. 1990 ഫെബ്രുവരി 4 എറണാകുളം ജില്ല ഇന്ത്യയിലെ പ്രഥമ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി. ഒടുവിൽ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി. 1987 EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം വിപുലമായി വളർന്നത്. അതുവരെ ഔപചാരികമായി നടന്ന പ്രവർത്തനം സർക്കാർ സഹായത്തോടെ വമ്പിച്ച പ്രസ്ഥാനമായി വളർന്നു. 1989 മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെ കോട്ടയം നഗരസഭയും ജില്ലാ ഭരണകൂടവും ചേർന്ന് 100 ദിന ക്യാമ്പയിൻ ഏറ്റെടുത്തു. അങ്ങനെയാണ് കോട്ടയത്തിന് 100% സാക്ഷരത നേടിയ ആദ്യ പട്ടണമെന്ന സ്ഥാനം ലഭിച്ചത്. 1989 വെളിച്ചമേ നയിച്ചാലും എന്ന പേരിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജനകീയ സാക്ഷരതാ പദ്ധതി ആരംഭിച്ചു. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്കഥ, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന മുദ്രാവാക്യവുമായി അന്ന് സാക്ഷരതാ പ്രവർത്തകർ നിരക്ഷരരെ തേടിപ്പോയി. എല്ലാ വിഭാഗം ആളുകളും 15 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ളവർ സാക്ഷരതാ ക്ലാസുകളിൽ പങ്കെടുത്തു. കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതയ്ക്കായി അക്ഷര കേരളം പദ്ധതി സർക്കാർ നടപ്പിലാക്കി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ സാക്ഷരതാ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. 1990 ഏപ്രിൽ 8 സർവേ അനുസരിച്ച് കേരളത്തിലൊട്ടാകെ 28,20,338 നിരക്ഷരരെ കണ്ടെത്തി. ഇവരെ സാക്ഷരരാക്കാനായി 3 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരാണ് പ്രവർത്തിച്ചത്. അങ്ങനെ 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി തീർന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.